തൃശ്ശൂർ പൂരത്തിൻ്റെ മറ്റൊരു വിസ്മയമാണ് ഈ കാഴ്ചപ്പൂരം. ഇവിടെ എത്തിച്ചേരുന്ന ജനസഹസ്രങ്ങളാണ് ആ കാഴ്ചപ്പൂരം ഒരുക്കുന്നത്. ഇവിടെ എത്തിച്ചേരുന്ന ഈ ജനസഹസ്രങ്ങൾ തന്നെ മറ്റൊരു കാഴ്ചയ്ക്കുള്ള വക കൂടിയാണ്. ഇപ്പോൾ തെക്കോട്ടിറക്കം നടക്കുവാൻ പോവുകയാണ്. ആളുകൾ ആകാംക്ഷാഭരിതരായി തെക്കോട്ടിറക്കം ദർശിക്കുന്നതിനായുള്ള ശ്രമത്തിലാണ്. പാറമേക്കാവ് ഭാഗത്തിൻ്റെ ആനകൾ തെക്കോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 15 ലക്ഷണയുക്തരായ ഗജങ്ങളാണ് പാറമേക്കാവ് ഭാഗം എഴുന്നള്ളിക്കുന്നത്. പാറമേക്കാവ് ശ്രീ പത്മനാഭൻ, ഗുരുവായൂർ നന്ദനൻ, പുതുപ്പള്ളി കേശവൻ, ചിറയ്ക്കൽ മഹാദേവൻ, പാമ്പാടി സുന്ദരൻ, മനിശ്ശേരി രഘുരാം, വൈലാശ്ശേരി അർജുനൻ, ചെർപ്പളശ്ശേരി ശേഖരൻ, ബാസ്റ്റ്യൻ വിനയ് സുന്ദർ, പുല്ലാട്ട് ബ്രഹ്മദത്തൻ, പാറമേക്കാവ് ദേവിദാസൻ, മുല്ലത്ത് ഗണപതി, നന്ദിലത്ത് കൃഷ്ണൻകുട്ടി, പാറമേക്കാവ് രാജേന്ദ്രൻ, നാണെഴുത്തശ്ശൻ, ശങ്കരനാരായണൻ തുടങ്ങി 15 ആനകളാണ് പാറമേക്കാവ് ഭാഗത്തിന് വേണ്ടി എഴുന്നള്ളിച്ചിട്ടുള്ളത്. പാറമേക്കാവ് ഭാഗത്തിലെ ഈ ആനകളെ, പാറമേക്കാവിൻ്റെയും തിരുവമ്പാടിയുടെയും ആനകളെ സജ്ജമാക്കുന്നതിൽ വനം വകുപ്പിൻ്റെയും അതുപോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും ഒക്കെ സാക്ഷ്യപത്രത്തോടു കൂടിയാണ്. അത്രയും ലക്ഷണയുക്തരായ എഴുന്നള്ളിപ്പിന് പാകമായ ആനകളെ മാത്രമാണ് തൃശ്ശൂർ പൂരത്തിൽ എഴുന്നള്ളിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആയിട്ട് നമുക്ക് എടുത്തു പറയാവുന്നത്. നമ്മൾ ഇൻസൈറ്റിൽ കാണുന്നത് തെക്കോട്ടിലെ ഇറക്കത്തിനുള്ള ആനകൾ തെക്കോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതോടൊപ്പം തിരുവമ്പാടി വിഭാഗത്തിൻ്റെ കുടകളുടെ അപൂർവ ചാരുത നമുക്ക് വളരെ ദൂര ദൃശ്യമായിട്ട് ഇതിൽ കാണാൻ സാധിക്കും. കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ആനകൾ എന്ന് പറയുന്ന ആനകളെ വളർത്തുന്നത് അന്തസ്സിൻ്റെയും അതുപോലെ തന്നെ ആഭിജാത്യത്തിൻ്റെയും ലക്ഷണമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. ഒരുപക്ഷെ പഴയ കാലത്ത് ഹൈന്ദവ ജന്മി കുടുംബങ്ങളിലാണ് ആനകളെ ഇങ്ങനെ ഒരു ആഭിജാത്യത്തിൻ്റെ അന്തസ്സിൻ്റെ ഭാഗമായിട്ട് വളർത്തിയിരുന്നത്. വീടുകളിലായാലും ക്ഷേത്രങ്ങളിലായാലും വളർത്തുവാൻ നിശ്ചയിക്കുന്ന ആനകൾക്ക് ചില ശുഭലക്ഷണങ്ങൾ ആധികാരികമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഗജരാജൻ എന്ന വിശേഷണം തന്നെ ശാരീരികമായി ലക്ഷണയുക്തമായ ആനകൾക്ക് മാത്രം യോജിക്കുന്നവയാണ്. തല ഉയർത്തിപ്പിടിച്ച് അന്തസ്സോടെ നിൽക്കുന്ന ഗജസുന്ദരന്മാരെ കാണുമ്പോൾ ഈ ലക്ഷണങ്ങളൊന്നും നമ്മുടെ മനസ്സിൽ അങ്ങനെ തെളിയാറില്ല. ഒരുപക്ഷെ മാതംഗലീലയിൽ നല്ല ഗജവീരന്റെ ലക്ഷണങ്ങൾ ഓരോന്നായി സൂചിപ്പിക്കുന്നുണ്ട്. ആനകളുടെ നടാമരങ്ങൾ അഥവാ മുൻപിൻ കാലുകൾ നിലത്ത് ഉറച്ചിരിക്കണം, മാത്രവുമല്ല അവ തൂണുകൾ പോലെ ആകാരഭംഗിയുള്ളതായിരിക്കണം എന്നുള്ളതാണ് മാതംഗലീലയിൽ പറയുന്ന ഒരു ഗജശാസ്ത്രം. അതുപോലെ ആനകളുടെ മസ്തകം തലക്കുന്നി വലുതും ഉന്തി നിൽക്കുന്നതുമായിരിക്കണം എന്നുള്ളതാണ്. അതാണ് ലക്ഷണയുക്തമായ ആനയുടെ തലക്കുന്നിയായിട്ട് എടുത്തു പറയുന്നത്. മസ്തകം അഥവാ വായുകുംഭം ഉയർന്നതും അതുപോലെ തന്നെ പരന്നതുമായിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ കാണുന്നത് ഈ ആനകളെ ദർശിക്കുന്നതായി നിൽക്കുന്ന ജനസഹസ്രങ്ങളുടെ കാഴ്ചയാണ്. പാറമേക്കാവ് ഭാഗത്തിൻ്റെ 15 ആനകളും നിരന്നു കഴിഞ്ഞു. ഇനി പതുക്കെ നടപ്പാണ്ടി കൊട്ടി തെക്കോട്ട് ഇറങ്ങും. ആനകളുടെ ലക്ഷണങ്ങളാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. അതിൽ കണ്ണുകളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് കണ്ണുകൾക്ക് തേനിൻ്റെ നിറവും വ്യക്തതയും വേണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആനകളുടെ കണ്ണുകൾ എപ്പോഴും ഈറനണിഞ്ഞ് ഇരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഈറനണിഞ്ഞ കണ്ണുകളാണ് ലക്ഷണയുക്തമായ കണ്ണുകളായിട്ട് മാതംഗലീലയിൽ സൂചിപ്പിക്കുന്നത്. ആനകളുടെ ചെവികളാകട്ടെ വിശറി പോലെ പരന്ന് നല്ല വലിപ്പമുള്ളതായിരിക്കണം. അതുമാത്രമല്ല അവ നിരന്തരം വീശുകയും ചെയ്യണം എന്നുള്ളതാണ്. അഥവാ ശരീരത്തിലടിച്ച് അവയുടെ ശബ്ദം ഉണ്ടായിരിക്കണം. ചെവി ആട്ടുമ്പോൾ ആ ചെവി അടിച്ച് ശബ്ദം ഉണ്ടാകണം എന്നുള്ളതാണ് ലക്ഷണയുക്തമായിട്ട് പറയുന്നത്. ഇതാ 15 ആനകൾ നിരന്നു കഴിഞ്ഞ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഇൻസൈറ്റിൽ കാണുന്നത് പതുക്കെ പതുക്കെ കുട ഒന്ന് മാറുന്നതിനുള്ള തയ്യാറെടുപ്പാണെന്ന് തോന്നുന്നു. പുതിയ കുടകൾ ആനയ്ക്ക് തൊട്ടുപുറകിലായിട്ട് അണിനിരക്കുന്നുണ്ട്. പാറമേക്കാവ് വിഭാഗം ആദ്യ കുടകൾ മാറുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. ആനകളുടെ കൊമ്പുകളെ സംബന്ധിക്കുന്നിടത്തോളം ഇതുപോലെ ചില ലക്ഷണശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. കൊമ്പുകളാണ് ആനകളുടെ ഏറ്റവും ഭംഗിയേറിയ അവയവം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അഴകുള്ള കൊമ്പനാകണമെങ്കിൽ വീണെടുത്ത് അകന്ന കൊമ്പുകളാണ് വേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഈ കൊമ്പ് ആനയുടെ മുഖത്തോട് ചേരുന്ന ഭാഗം, അതായത് ചീള എന്ന് പറയുന്ന ഭാഗത്ത് താഴേക്ക് വന്ന് മുകളിലേക്ക് വളഞ്ഞിരിക്കണം എന്നുള്ളതാണ്. മാത്രവുമല്ല അത് തുമ്പിക്കൈന് തടസ്സമാകാത്ത വിധം അഗ്രഭാഗങ്ങൾ നല്ല അകലമുള്ളതായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇത് ദൃശ്യ വിസ്മയങ്ങൾ ആളുകൾ ഇങ്ങനെ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആകാംക്ഷാഭരിതരായിട്ടാണ് ജനസഹസ്രം ഇവിടെ തിങ്ങി നിറഞ്ഞിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം വർണ്ണമനോഹരമായ നിറസമൃദ്ധമായ കുടമാറ്റം നമുക്ക് ദൃശ്യമാകും. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ജനസഹസ്രങ്ങൾ. ഇപ്പോൾ ഇതാ 15 ആനകളും പതുക്കെ പതുക്കെ മന്ദം തെക്കോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മേളക്കാരും അതോടൊപ്പം തട്ടക നിവാസികളും ദേവസ്വം ഭാരവാഹികളുമൊക്കെയാണ് ആനകളെ അനുഗമിച്ചുകൊണ്ട് ആനകളെ അകമ്പടി സേവിച്ചുകൊണ്ട് തെക്കോട്ട് ഇറങ്ങുന്നത്. ജനങ്ങളെ മുഴുവൻ അവിടെ നിന്ന് പോലീസ് മാറ്റി നിർത്തിയിരിക്കുകയാണ് താൽക്കാലികമായി. അതിനുശേഷം തെക്കോട്ട് ഇറക്കം കഴിഞ്ഞ ഉടനെ തന്നെ വീണ്ടും ജനങ്ങൾക്ക് അവിടെ പ്രവേശിക്കാവുന്നതാണ്. ശരിക്കും ഇതൊരു രാജകീയ ദർബാർ എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ്. കാരണം മഹാരാജനായ പരമശിവൻ അവിടെ ഇരുന്നു കൊണ്ട് ഈ ദൃശ്യങ്ങൾ മുഴുവൻ വീക്ഷിക്കുന്ന രീതിയിലാണിത് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഉയർന്ന പ്രതലത്തിൽ നിന്നുകൊണ്ട് ഇത് മുഴുവനായും ദർശിക്കാൻ കഴിയാവുന്ന രീതിയിലാണ് പൂരത്തിന് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇത് കാണുന്ന കാഴ്ചക്കാർക്ക്
ഈ രണ്ട് പൂരങ്ങൾക്കും ഇടയിൽ നിന്നുകൊണ്ട് രണ്ട് ഭാഗത്തെയും വളരെ വ്യക്തമായി കാണാവുന്ന രീതിയിലാണ് ഈ പൂരക്കാഴ്ചകളുടെ ഒരു രംഗാവിഷ്കാരം നടന്നിട്ടുള്ളത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, ഏകദേശം 200 ചില്ലാനം വർഷങ്ങൾക്ക് മുൻപ് തന്നെയാണ് ഈ പൂരം ആദ്യമായിട്ട് ആരംഭിച്ചതെന്ന് പറയപ്പെടുന്നു. ശക്തമ്പുരാന്റെ കാലഘട്ടത്തിൽ അന്നു മുതൽ തന്നെ നടന്നു വരുന്ന അതേ ചിട്ടയിലാണ് ഇന്നും നടന്നു വരുന്നത്. ഒരുപക്ഷെ അന്ന് ക്രാന്തദർശിയായ ശക്തൻ തമ്പുരാന്റെ ആ ഒരു ക്രാന്തദർശിത്വമായിരിക്കണം ഇത്തരം ഒരു പൂര സംവിധാനം ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ആനകളുടെ കാഴ്ചകളുടെ ഏറ്റവും പ്രധാനമായ ഒന്നാണ് തുമ്പിക്കൈയുടെ സൗന്ദര്യം. ആനകളുടെ തുമ്പിക്കൈ ഇതാ ഇപ്പോൾ ആദ്യത്തെ സെറ്റ് കുടകൾ മാറിക്കഴിഞ്ഞു. ഔപചാരികമായി നടക്കുന്ന കുടമാറ്റത്തിന് മുന്നോടിയായി ഇതാ കുടകൾ മാറിക്കഴിഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്ന കുടകൾ മാറി പുതിയ കുടകളാണ് വന്നിട്ടുള്ളത്. സായാഹ്ന സൂര്യന്റെ ചെങ്കതിരുകളേറ്റ് വെട്ടിത്തിളങ്ങുന്ന പുതിയ അലുക്കുകൾ പിടിപ്പിച്ച, വെള്ളി അലുക്കുകൾ പിടിപ്പിച്ച കുടകളാണ് നമുക്ക് ദൃശ്യമാകുന്നത്. ആദ്യത്തെ കുടമാറ്റം നടന്നു കഴിഞ്ഞു. ഇതിനുശേഷം പതുക്കെ പതുക്കെ തെക്കോട്ട് ഇറങ്ങുകയാണ്. തെക്കോട്ട് ഇറങ്ങി കൊച്ചി രാജാവിന്റെ പ്രതിമ വലം വെച്ച് വന്നതിന് ശേഷമാണ് യഥാർത്ഥത്തിലുള്ള കുടമാറ്റം നടക്കുക. പൂരത്തിനോട് ബന്ധപ്പെട്ട എല്ലാ ചടങ്ങിലും അനുഷ്ഠാനത്തിൻ്റെ ഒരംശമുണ്ട്, പാരമ്പര്യത്തിൻ്റെ ചിട്ടയുണ്ട്, നല്ല അലംഘനീയമായ നിയമങ്ങളുണ്ട്. അനുഷ്ഠാനത്തിൻ്റെ അംശം അല്പം പോലും ചോർന്നു പോകാതെ ചിട്ടകൾക്ക് അനുസരിച്ച് തന്നെ നിലവിലെ നിയമത്തിന് വിധേയമായി ഓരോ വർഷത്തിലും പുതുമ അവതരിപ്പിക്കുക എന്നതാണ് തൃശ്ശൂർ പൂരത്തിന് ഇത്രയും ആസ്വാദനകരമാക്കുന്നത്. ഓരോ പൂരത്തിലും ഓരോ പുതുമ ഇപ്രകാരം അവതരിപ്പിക്കപ്പെടും. ആലവട്ട നിർമ്മാണത്തിലായാലും കരിപരുപ്പ് പ്രയോഗത്തിലായാലും താളവാദ്യങ്ങളിലെ മനോധർമ്മ പ്രയോഗങ്ങളിലായാലും ഓരോ പൂരത്തെയും കഴിഞ്ഞ പൂരത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു പുതുമ അവതരിപ്പിക്കപ്പെടും. ഈ വർഷവും കുടമകളിലും കരിമരുന്നിലും അത്തരം പുതുമകൾ ഉണ്ടായിരിക്കും. ജനസഹസ്രങ്ങളെ വിസ്മയക്കാഴ്ചകൾ നൽകിക്കൊണ്ട് പൂരങ്ങളിൽ പൂരമായ തിരുവമ്പാടി തൃശ്ശൂർ പൂരം എന്ന് തന്നെ അന്വർത്ഥമാക്കുന്ന കാഴ്ചകൾ നിരനിരയായി തേക്കിൻകാട് മൈതാനിയെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. തിരുവമ്പാടി വിഭാഗത്തിൻ്റെ പേരെടുത്ത ഗജവീരന്മാർ നിരന്നു തുടങ്ങുകയാണ്. തിരുവമ്പാടി ശിവസുന്ദർ, തിരുവമ്പാടി ചന്ദ്രശേഖരൻ, കുട്ടൻകുളങ്ങര അർജുനൻ, ദേവിദാസൻ, അന്നമനട ഉമാമഹേശ്വരൻ, ആതിര വിനോദ്, ശങ്കരകുളങ്ങര മണികണ്ഠൻ, ഇടക്കുന്ന അർജുനൻ, പാറന്നൂർ നന്ദൻ, അമരിക്കൽ കാളിദാസൻ, ഗുരുവായൂർ ശങ്കരനാരായണൻ, കൊണാർക്ക് ഗണപതി, കീരങ്ങാട് ഗോപാലൻ, അടിയാട്ട് അയ്യപ്പൻ. ഈ 15 ആനകളും ഈ പ്രദേശത്തിലുള്ള ഓരോ ആളുകളുടെയും മാനസം കീഴടക്കിയ ഗജവീരന്മാരാണ്. ഇവരുടെ ഓരോരുത്തരുടെയും ലക്ഷണയുക്തമായ മുൻപ് ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള അംഗപ്രത്യംഗ വിശേഷങ്ങൾ ഈ നാട്ടുകാർക്ക് ഹൃദയസ്ഥമാണ്. അതുപോലെ തന്നെയാണ് പാറമേക്കാവിൽ നിന്ന് വരുന്ന ആനകളെ സംബന്ധിച്ചും. ആനകൾ തൃശ്ശൂർക്കാരുടെ മനസ്സിൽ ഒരു ലഹരിയാണ്. അവരെ സംരക്ഷിക്കുന്നത് അവരുടെ ഒരു അഭിമാനമാണ്. അവരുടെ കീർത്തി പറയുന്നത് അവരുടെ ഒരു പൊങ്ങച്ചമാണ്. ഇതെല്ലാം ചേരുന്ന കടുകട തെറ്റാത്ത വ്യവസ്ഥകളുടെ, കടുകട തെറ്റാത്ത ആചാര അനുഷ്ഠാനങ്ങളുടെ, സമയക്ലിപ്തതയുടെ, പാരമ്പര്യക്രമങ്ങളുടെ നിവർത്തനത്തിലൂടെ ലോകത്തെ ഏവർക്കും മാതൃകയാകുകയാണ് ഈ പൂരം നടത്തിപ്പ്. ഇവിടെ നിയന്ത്രിക്കുവാൻ ആളുകൾ ഉണ്ടെങ്കിലും സ്വയം ആത്മനിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ടാണ് ഓരോ തൃശ്ശൂർ നിവാസിയും ഓരോ തട്ടകക്കാരനും ഈ ഉത്സവത്തെ, ഈ മഹോത്സവത്തെ വിജയിപ്പിക്കുവാനായി, ലോക സഹസ്രങ്ങൾക്ക് മുമ്പിൽ മാതൃകയാകുവാനായി അവർ അനുവർത്തിച്ചു പോരുന്ന ചിട്ടക്രമങ്ങൾ. ഇന്ന് പുലർച്ചെ മുതൽ ഇവിടെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന, മുൻപ് സൂചിപ്പിച്ചതുപോലെ നിളാനദി പോലെ സമ്മേളിച്ചു കൊണ്ടിരിക്കുന്ന ജനസഹസ്രങ്ങൾ, അവർ പല ദേശക്കാരുണ്ട്, ഭാഷക്കാരുണ്ട്, ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ പാലിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഒരേ വികാരമേ ഉള്ളൂ: തൃശ്ശൂർ പൂരത്തിൻ്റെ വിജയം, തൃശ്ശൂർ പൂരത്തിൻ്റെ ഉന്നമനം, തൃശ്ശൂർ പൂരത്തിൻ്റെ മഹോത്സവത്തിൻ്റെ സമ്പൂർണ്ണമായ പരിസമാപ്തി. ദിവസങ്ങളോളം കാത്തിരുന്ന, നാളെ പൂരം അവസാനിക്കുമ്പോൾ, മഹോത്സവങ്ങൾ അവസാനിക്കുമ്പോൾ അടുത്ത വർഷത്തെ പൂരത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയും അങ്ങനെ 365ഓളം ദിവസങ്ങൾ നീണ്ടുനിന്ന കാത്തിരിപ്പിൻ്റെ, ഒരുക്കങ്ങളുടെ തയ്യാറെടുപ്പിൻ്റെ പരിപൂർണതയാണ് ഇന്ന് കാണുന്ന ഈ പൂര മഹോത്സവം. നമ്മളിപ്പോൾ കാണുന്നത് പാറമേക്കാവ് ഭഗവതിയുടെ കോലമാണ്. നടുവിൽ എഴുന്നള്ളിച്ചു നിർത്തിയിരിക്കുന്ന ആനപ്പുറത്താണ് കോലം വയ്ക്കുന്നത്.
കോലത്തിന്റെ വശങ്ങളോട് ചേർന്ന് കാണുന്ന സ്വർണ്ണ നിറത്തിലുള്ള ബീഡിംഗ് ആണ് ദളധാര എന്ന് അറിയപ്പെടുന്നത്. പിന്നെ അതിൽ പാലക്കായ, പൂവുകൾ തുടങ്ങിയവ തുന്നിച്ചേർത്തിട്ടുണ്ട്. കോലത്തിന് നടുവിൽ വിഗ്രഹം നമുക്ക് കാണാൻ സാധിക്കും. അതും തനി സ്വർണ്ണത്തിൽ നിർമ്മിച്ചതാണ്. തിരുവമ്പാടിയിലെ കോലത്തിൽ മാത്രമാണ് അല്പം വ്യത്യാസമുള്ളത്. അത് മുരളി കൃഷ്ണരൂപമാണ് എന്നുള്ളതാണ്. പക്ഷേ പാറമേക്കാവിന്റെ കോലത്തിൽ ശ്രീഭഗവതിയുടെ രൂപമാണ് ആലേഖനം ചെയ്തിട്ടുള്ളത്. ഇതാ തെക്കോട്ടിറക്കത്തിന്റെ ആഹ്ലാദ തിമിർപ്പിലായി ജനങ്ങൾ ആഹ്ലാദാരവങ്ങൾ മുഴക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാറമേക്കാവ് ഭഗവതിയുടെ കോലം വഹിച്ചുകൊണ്ടുള്ള ആന തെക്കോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ ഇൻസൈറ്റിൽ കാണുന്നത്. കോലം ഉറപ്പിക്കുന്ന ഒരു പീഠത്തിലാണ്. ഈ പീഠത്തിലാണ് കോലത്തിന് താഴെയായി തിടമ്പ് വയ്ക്കുന്നത്. ആ തിടമ്പിന് മുകളിലായി നമുക്ക് പ്രഭാമണ്ഡലം നമുക്ക് കാണാൻ കഴിയും. ഏകദേശം 5.5 അടി ഉയരത്തോളമുണ്ട് ഈ കോലങ്ങൾക്ക് എന്നാണ് പറയപ്പെടുന്നത്. കോലത്തിന് മുകളിൽ 5 തട്ടിലൊരു മകുടം, അതുപോലെ ചെറു കുടയും കാണും. ഇതാ രണ്ടാമത്തെ പ്രാവശ്യം കുട മാറിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും വർണ്ണ വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് മജന്ത നിറത്തിലുള്ള കുടകളാണ് നമ്മൾ കാണുന്നത്. നടുവിൽ ഉയർത്തിയിട്ടുള്ള മഞ്ഞ നിറത്തിലുള്ള കുടയാണ്, സ്വർണ്ണവർണ്ണമാർന്ന കുടയാണ് നമ്മൾ കാണുന്നത്. ഇതിൽ കുടയിൽ എംബ്രോയിഡറി തുന്നിച്ചേർത്തിട്ടുണ്ട്, പൂക്കൾ അതിൽ തുന്നിച്ചേർത്തിട്ടുണ്ട്, സ്വർണ്ണ അലുക്കുകൾ ഞാന്ന് കിടക്കുന്നുണ്ട്. ഇവയെല്ലാം നമുക്ക് വളരെ വ്യക്തമായി കാണാം. ഈ കുട നിർമ്മാണം എന്ന് പറയുന്നത് വളരെ സങ്കീർണമായൊരു പ്രക്രിയയാണ്. തൃശ്ശൂർ പൂരത്തിൽ ഒരു പട്ടുകുട ഏകദേശം 3 മീറ്റർ തുണിയിലാണ് തുന്നിയെടുക്കുന്നത്. ഈ തുണികൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ഇന്ത്യയിലെ ഇതര ഭാഗങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നുമാണ് ഇത്തരം തുണികൾ ഇവിടേക്ക് എത്തുന്നത്. നല്ല തിളക്കമുള്ള വെൽവെറ്റ് തുണികളാണ് കുട നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്. ഒറ്റൽ എന്നറിയപ്പെടുന്ന ഫ്രെയിമിലാണ് കുട തുന്നി ചേർക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് പുതുതായി നിർമ്മിച്ച ആലവട്ട വെഞ്ചാമരങ്ങളാണ്. ആനകൾ പതുക്കെ പതുക്കെ തെക്കോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തെക്കോട്ടിറക്കത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുടകളിൽ ഒറ്റൽ എന്നറിയപ്പെടുന്ന ഫ്രെയിമിൽ തുന്നിച്ചേർത്തതിന് ശേഷം നടുവിലെ ആനക്കുടയ്ക്ക് ഉൾഭാഗത്ത് വില്ലുകൾക്കൊപ്പം നാഗപത്തികൾ കൂടി ഘടിപ്പിക്കാറുണ്ട്. തെക്കോട്ടിറക്കത്തിന്റെ ആഹ്ലാദാരവങ്ങളിൽ തുടിച്ചു നിൽക്കുന്ന ജനസഞ്ചയത്തെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാറമേക്കാവ് ഭഗവതി തെക്കോട്ട് ഇറങ്ങിയതിനു ശേഷമാണ് തിരുവമ്പാടി ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളുക. പതുക്കെ പതുക്കെ തെക്കോട്ട് ഇറങ്ങി നേരെ തെക്കോട്ട് പോയി തൃശ്ശൂർ കോർപ്പറേഷന് സമീപമുള്ള കോർപ്പറേഷൻ ഓഫീസിന് നേരെ മുൻപിലുള്ള രാമവർമ്മ തമ്പുരാന്റെ പ്രതിമ വലം വെച്ച് തിരിച്ച് ആനകൾ സ്വരാജ് റൗണ്ടിൽ പ്രവേശിച്ച് അവിടെ അണിനിരുന്നതിന് ശേഷമാണ് കുടമാറ്റം നടക്കുക. കാരുണ്യ ലോട്ടറി എടുക്കുന്നത്